വനിതകൾക്കായി 90+ മിനി ഡീലർ ഹബ്ബുകൾ നൽകുന്നു. സ്വന്തം നാട്ടിൽ സ്വന്തം ബിസിനസ് തുടങ്ങാം. ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. നമസ്കാരം. ഇന്ന് പുറത്തുവന്ന പ്രധാന വാർത്തകളും നടന്ന സംഭവങ്ങളും വിവിധ പ്രതികരണങ്ങളും അറിയാം വിശദമായി അരമണിക്കൂറിൽ. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുകയാണ്. സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24. LDF സീറ്റ് വിഭജനത്തിൽ തീരുമാനമായില്ല. JDSന് 4 സീറ്റും LJDക്ക് 3 സീറ്റും നൽകാമെന്ന് CPIM. NCPക്ക് 3 സീറ്റ്. എലത്തൂരോ കുട്ടനാടോ വിട്ടു നൽകേണ്ടി വരുമെന്നും പകരം സീറ്റ് നൽകാമെന്നും CPIM. ജനാധിപത്യ കേരള കോൺഗ്രസിന് 1 സീറ്റ് മാത്രം. കടുത്തുരുത്തി വിട്ടു നൽകില്ലെന്ന് സ്കറിയ തോമസ് വിഭാഗം. തീരുമാനങ്ങളായിട്ടില്ല. ചർച്ച ഒരു ഘട്ടം കൂടെ എത്തിയിട്ടുണ്ട്, പക്ഷേ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല. ഒരു പുതിയ കക്ഷികളൊക്കെ വന്നതല്ലേ, അപ്പം അതിൻ്റെതായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യമൊക്കെ വരുമല്ലോ. ഒന്നും കൂടി ചർച്ചയുണ്ട്. ചർച്ചയിൽ ഇപ്പോൾ 4 സീറ്റ് ഞങ്ങൾ ഇന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 സീറ്റിൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ സീറ്റിനെ പറ്റി പരിശോധിക്കാമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിനും G സുധാകരനും ഇളവ് നൽകണമെന്ന് CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ്. മാവേലിക്കര, കായംകുളം, അരൂർ സീറ്റുകളിൽ ധാരണയായില്ല. ഉടുമ്പൻചോലയിൽ MM മണിയെ മത്സരിപ്പിക്കാൻ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ. ഇടുക്കി, തൊടുപുഴ മണ്ഡലങ്ങൾ കേരള കോൺഗ്രസ് എമ്മിന് നൽകും. ദേവികുളത്ത് S രാജേന്ദ്രൻ മത്സരിക്കണോ എന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. കോഴിക്കോട് നോർത്തിൽ സംവിധായകൻ രഞ്ജിത്തിനെ മത്സരിപ്പിക്കാൻ CPIM ആലോചന. UDFിലും സീറ്റ് വിഭജന ചർച്ചകളിൽ തീരുമാനമായില്ല. മൂവാറ്റുപുഴ, തിരുവമ്പാടി സീറ്റുകൾ വേണമെന്ന ആവശ്യവുമായി PJ ജോസഫ്. പാല, ആലത്തൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങൾ വേണ്ടെന്നും നിലപാട്. 12 സീറ്റെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയില്ല. പാല ഉൾപ്പെടെ 3 സീറ്റെന്ന ആവശ്യത്തിൽ ഉറച്ച് മാണി സി കാപ്പൻ. ലീഗിന് 3 അധിക സീറ്റുകൾ നൽകിയേക്കും. ഞങ്ങൾ പ്രാഥമികമായ രാവിലത്തെ ചർച്ചയിൽ തന്നെ നിൽക്കുന്നു. നാളത്തേക്ക് മാറ്റും. മൂവാറ്റുപുഴ കേരള കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന സീറ്റിനകത്ത് ഒരെണ്ണം മൂവാറ്റുപുഴ ആക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഒന്നും മാറുന്നില്ല. അതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുള്ള സിറ്റിംഗ് സീറ്റുകളിലൊന്നും മാറ്റില്ല. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയ RSP. ഇരിവിപുരത്ത് ബാബു ദിവാകരൻ സ്ഥാനാർത്ഥിയാകും. ചവറയിൽ ഷിബു ബേബി ജോൺ, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും വീണ്ടും ജനവിധി തേടും. ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ നീക്കവുമായി BJP. കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് അശ്വന്ത് നാരായൺ. K. സുരേന്ദ്രനും കർദിനാളിനെ കണ്ടു. We'll be definitely getting votes as well as the candidates. We'll be fielding the candidates from Christian community and we'll be getting the votes. The relationship, building the relationship between the different communities was also important. There are a lot of communication gap which we want to sort out and ensure that we gain the confidence of the Christian community in the state of Kerala. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് EP ജയരാജൻ. തീരുമാനം ജില്ലാ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. മട്ടന്നൂരിൽ KK ശൈലജ മത്സരിച്ചേക്കും. കൂത്തുപറമ്പ് സീറ്റ് LJDക്ക് നൽകും. ഇരിക്കൂർ കേരള കോൺഗ്രസ് എമ്മിന് നൽകാനും തീരുമാനം. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മനസ്സ് നോവിച്ച് KPCC പ്രസിഡന്റാകാൻ ഇല്ലെന്ന് K. സുധാകരൻ MP. കണ്ണൂരിൽ മത്സരിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറായാൽ വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോറ്റാൽ പ്രവർത്തകർ BJPയിലേക്ക് പോയേക്കാമെന്നും K. സുധാകരൻ. ചിത്തുകാരൻ പരാമർശം പിണറായി വിജയന്റെ ധൂർത്തിനുദ്ദേശിച്ചാണെന്നും K. സുധാകരൻ 24-നോട്. നേരിട്ട് ഒരു ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി സബ്ജക്ട്, നേരിട്ടൊരു ഡയലോഗ് ഇതുവരെയും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് ലീഡേഴ്സ് കാണുമ്പോൾ ഒക്കെ സംസാരിക്കും. താരിഖ് അൻവർജിയും സംസാരിച്ചിരുന്നു. അവിടെയൊക്കെ സംസാരിക്കുമ്പോഴും എന്നെ അങ്ങനെ പ്രസിഡന്റ് ആക്കണമെന്നൊരു അജണ്ട AICC നേതൃത്വത്തിനുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല. ബൂത്ത് തലത്തിൽ സംഘടനാ മിഷണറി പെർഫെക്റ്റ് ആയാൽ സ്വാഭാവികമായും ജനസംസർഗം, ജനങ്ങളുമായുള്ള ബന്ധം പാർട്ടിക്ക് തിരികെ കൊണ്ടുവരാൻ എളുപ്പമാണ്. മുല്ലപ്പള്ളി മത്സരിക്കണം എന്നാരോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മത്സരിക്കാൻ മുല്ലപ്പള്ളി റെഡിയാണെങ്കിൽ കണ്ണൂരിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാൻ ആദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40-ലധികം സീറ്റുകൾ BJP പ്രതീക്ഷിക്കുന്നതായി കുമ്മനം രാജശേഖരൻ. നേമത്ത് വിജയമുറപ്പ്. BDJ സീറ്റുകളുടെ കാര്യത്തിൽ തർക്കങ്ങളില്ലെന്നും കുമ്മനം രാജശേഖരൻ 24-നോട്. 40 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു നിർണായക ശക്തിയാണ്.
ഭാരതീയ ജനതാ പാർട്ടി ഒരു നിർണായക ശക്തിയാവുക എന്ന് പറഞ്ഞാൽ ആരാണ് കേരളം ഭരിക്കേണ്ടത് എന്നുള്ളത് തീരുമാനമെടുക്കേണ്ടത് BJP ആയിരിക്കും. കേരള രാഷ്ട്രീയം ഇതേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ് ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകാൻ പോകുന്നത്. നിയമത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള സംശയത്തിനും BJP സംബന്ധിച്ചിടത്തോളം ഇല്ല. വളരെ അങ്ങേയറ്റം ഷുവർ സീറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമില്ലെന്ന് കെ മുരളീധരൻ. രമേശ് ചെന്നിത്തലയടക്കം സിറ്റിംഗ് MLA-മാർ മണ്ഡലം മാറാൻ പാടില്ല. വടകര മണ്ഡലം ആറമ്പിക്ക് നൽകണമെന്ന് കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടെന്നും കെ മുരളീധരൻ. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് ഞാൻ ആരോടും ഒരു റിക്വസ്റ്റും കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കുന്നുമില്ല, മത്സരിക്കുന്നുമില്ല. വടകര അസംബ്ലിയിലെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ലീഡ് നോക്കിയാൽ 2000-ൽ പരം വോട്ടാണ് UDFൻ്റെ ലീഡ്. ആ 2000 വോട്ട് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് RMP-യാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടെ ചേർത്ത് മത്സരിക്കുന്നതാണ് വിജയസാധ്യത എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് ഞാൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സീറ്റ് നിർണയത്തിന്റെ പേരിൽ മുന്നണികളിൽ നടക്കുന്നത് ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രക്രിയ. മതവും സമ്പത്തുമാണ് സ്ഥാനാർത്ഥികളുടെ യോഗ്യത. പ്രവർത്തന മികവിനെ പരിഗണിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ. പാർട്ടി തീരുമാനിച്ചാൽ അഴീക്കോട് മത്സരിക്കുമെന്ന് KM ഷാജി. ഒരു തവണ കൂടി മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ണൂർ, അഴീക്കോട് സീറ്റുകൾ വെച്ചുമാറണമെന്ന് കോൺഗ്രസിന് ലീഗ് കത്ത് നൽകിയിട്ടില്ലെന്നും KM ഷാജി. കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിൽ എന്നെ പ്രതീക്ഷിക്കാം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പാർട്ടി സമ്മതിച്ചാൽ. അങ്ങനെ വെറുതെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ജാടാക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് 2 ടൈം ആയിട്ടുള്ളൂ. ഏതുകൊണ്ട് മത്സരിച്ചാൽ തർക്കടില്ല എന്ന അഭിപ്രായമുണ്ട്. ഞാൻ പാർട്ടി സമ്മതിച്ചാൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. ചടയമംഗലത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഭരണം ലഭിച്ചാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കണമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. ആവശ്യം നേതാക്കളെ അറിയിച്ചു. മണ്ഡലത്തിലെ പരാജയ ചരിത്രം ആവർത്തിക്കാനാണോ മുസ്ലിം ലീഗ് മത്സരിക്കാൻ ഒരുങ്ങുന്നതെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ. UDF അധികാരത്തിൽ വരുന്നതിൽ ഞാൻ MLA അല്ലെങ്കിൽ പോലും ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാൻ എനിക്ക് അവസരമുണ്ടാകണം. ഞാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും AICC സെക്രട്ടറിമാർ, അതിനകത്ത് എല്ലാ സെക്രട്ടറിമാർക്കും എനിക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള ആളുണ്ട്. ജടായു പാറയുടെ ഈ പദ്ധതിക്ക് കല്ലിട്ട KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാവരോടും ഇവിടെ ചെയ്ത വികസന കാര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അവർക്കൊക്കെ അറിയാം. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു രണ്ടാമത് പേര് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മുസ്ലിം ലീഗിനാണോ സീറ്റ് കൊടുക്കേണ്ടത്, കോൺഗ്രസിനാണോ സീറ്റ് കൊടുക്കേണ്ടത്? മുസ്ലിം ലീഗിന് എത്ര യൂണിറ്റ് ഉണ്ട്? അപ്പോൾ ഇനിയും മുസ്ലിം ലീഗ് ഇവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി എത്ര വോട്ടിന് തോൽക്കും? അപ്പോൾ ചരിത്രം ആവർത്തിക്കാനാണോ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്? DCC സെക്രട്ടറിയുടെ രാജിക്ക് പിന്നാലെ വയനാട്ടിൽ വീണ്ടും കോൺഗ്രസിൽ നിന്ന് മുതിർന്ന നേതാവിന്റെ രാജി. മുൻ KPCC മെമ്പറും നേതാവുമായ KK വിശ്വനാഥൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അപമാനം സഹിച്ച് പാർട്ടിയിൽ തുടരാൻ കഴിയില്ലെന്ന് KK വിശ്വനാഥൻ 24-നോട്. പലരിക്കലും ഭാരവാഹികളില്ല, ബ്ലോക്ക് പ്രസിഡന്റുമാരില്ല, മണ്ഡലം പ്രസിഡന്റുമാരില്ല. അവരവർക്ക് പറ്റിയ കോഴികളില്ലാത്ത സ്ഥലങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒഴിവുകളും തന്നെ നിർത്താൻ തയ്യാറായിട്ടില്ല. വയനാട് ജില്ല രൂപീകരണം മുതൽ മാറി മാറി വന്ന എല്ലാ DCC പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഞാൻ ഭാരവാഹിയായി ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും അപമാനം സഹിച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയിൽ തുടരാൻ എനിക്ക് താല്പര്യമില്ല. കോന്നിയിൽ അടൂർ പ്രകാശ് MP-ക്കെതിരെയും റോബിൻ പീറ്ററിനെതിരെയും പോസ്റ്ററുകൾ പതിച്ച് പ്രതിഷേധം. റോബിൻ പീറ്ററിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ കോൺഗ്രസ് സംരക്ഷണ വേദിയുടെ പേരിലാണ് പോസ്റ്റർ. ആറ്റിങ്ങൽ MP-യുടെ ബിനാമിയാണ് റോബിൻ പീറ്റർ എന്ന് പോസ്റ്ററിൽ പരാമർശം. പ്രതികരിക്കാനില്ലെന്ന് അടൂർ പ്രകാശും റോബിൻ പീറ്ററും. രാജ്യത്ത് 2ാം ഘട്ട കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചു. വാക്സിൻ സ്വീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അർഹരായ എല്ലാ പൗരന്മാരും വാക്സിൻ എടുക്കണമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ രജിസ്ട്രേഷൻ കോവിൻ വെബ്സൈറ്റിലൂടെ മാത്രം. മുഖ്യമന്ത്രി മന്ത്രിമാരും ഉടൻ വാക്സിൻ സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. അത് തൊട്ടടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും MLA-മാരും എല്ലാം വാക്സിൻ എടുക്കണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിട്ടുണ്ട്, എടുക്കുന്നുള്ളത്. സംസ്ഥാനത്ത് 1938 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 45,995 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.21%. 3,475 പേർക്ക് രോഗമുക്തി. 13 മരണം കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു.
ആഴക്കടൽ മത്സ്യബന്ധന ഫയൽ പുറത്തുവിടാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ്. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ 2 തവണ EMCC ഫയൽ കണ്ടതിന് രേഖയുണ്ട്. സർക്കാരുമായുള്ള EMCCയുടെ ധാരണാ വിവരം അറിയിച്ചത് ആലപ്പുഴയിലുള്ള മത്സ്യത്തൊഴിലാളി. അഴിമതികൾ പ്രതിപക്ഷം പുറത്തുവിടുന്നതിൽ മുഖ്യമന്ത്രിക്ക് അരിശമെന്നും രമേശ് ചെന്നിത്തല. മന്ത്രി തുടക്കം മുതൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും കള്ളം പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സർക്കാരിന് ഒന്നും വിളിക്കാനില്ലെങ്കിൽ, ഫയൽ മന്ത്രിമാരാരും കണ്ടില്ലെങ്കിൽ ഫിഷറീസ് പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ 219B3/2019 എന്ന നമ്പറായ ഫയൽ പുറത്തുവിടാമോ എന്ന് ഞാൻ സർക്കാരിനോട് ചോദിക്കുന്നു. ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, ഈ ഫയൽ പുറത്തുവിടട്ടെ. കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ ആണ് ഈ നിർണായക വിവരം എന്നോട് പറഞ്ഞത്. EMCC ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കണ്ടത് നിവേദനവുമായി ബന്ധപ്പെട്ട ഫയലുകൾ. ഫിഷറീസ് വകുപ്പ് എന്ത് തീരുമാനം എടുത്തു എന്നതാണ് പ്രധാനമെന്നും മന്ത്രി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ വലിയ വീഴ്ചകളുണ്ടായെന്ന് CBI സുപ്രീം കോടതിയിൽ. നടന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾ പങ്കാളികളായ അധോലോക ഇടപാടെന്ന് വിശദീകരണം. CBI മറുപടി നൽകിയത് അന്വേഷണം ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ. സ്വർണ്ണക്കടത്ത് കേസിൽ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേസ് ഒരു കാരണവശാലും ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. കേസ് ഒരു കാരണവശാലും അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. ആ കേസ് അതിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസാന അറ്റം വരെ പോകും. അതിൽ വിദേശകാര്യ വകുപ്പും കൂടി ചില ഘട്ടങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ആ അറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. കിറ്റിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ബലികൊടുക്കുന്നവരല്ല മലയാളികളെന്നാണ് എൻ്റെ വിശ്വാസം. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് കൂട്ടിയത് 25 രൂപ. വാണിജ്യ സിലിണ്ടറുകളുടെ വില 97 രൂപ കൂട്ടി. 3 മാസത്തിലെ ഗാർഹിക സിലിണ്ടറിന് കൂടിയത് 226 രൂപ. വില വർധനയല്ലാതെ മറ്റു വഴികളില്ലെന്ന് വ്യാപാരികൾ. ഞങ്ങൾ വളരെ നഷ്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കച്ചവടം വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ സ്റ്റാഫിനൊക്കെ സാലറി കൊടുക്കാനും സാധനങ്ങൾ വാങ്ങാനും നിത്യോപയോഗ എല്ലാ കാര്യങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് ഈ ഗ്യാസിൻ്റെ വില കൂടുന്നത് കാരണം. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന ചായയുടെ റേറ്റൊക്കെ കൂട്ടേണ്ട ഗതികേട് വരും. എല്ലാ സാധനങ്ങൾക്കും റേറ്റും മാറ്റേണ്ടി വരും. ഇന്ധനവില വർധനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നാളെ വാഹന പണിമുടക്ക്. BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും പങ്കെടുക്കും. KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് സംഘടനകളും സഹകരിക്കുമെന്ന് സമരസമിതി നേതാക്കൾ. SSLC, ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷകളും MG കേരള കാലടി സർവകലാശാല പരീക്ഷകളും മാറ്റി. കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കർഷകർ തയ്യാറാകണം. കർഷകരുടെ നന്മ സർക്കാരിന്റെ മുൻഗണനാ വിഷയമെന്നും പ്രധാനമന്ത്രി. ചെറുകിട കർഷകരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യം. ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്നും പ്രധാനമന്ത്രി. किसानों को ऋण, बीज, खाद और बाजार, ये किसान की प्राथमिक जरूरत तो है ही, जो उसे समय पर चाहिए. നെല്ല് സംഭരണത്തിൽ അധിക കിഴിവ് വേണമെന്ന ആവശ്യത്തിൽ പ്രതിഷേധിച്ച് കോട്ടയത്തെ ജില്ലാ പാടി ഓഫീസ് ഉപരോധിച്ച് കർഷകർ. പ്രതിഷേധം കർഷകൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് പിന്നാലെ. കൊയ്ത്ത് കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരിക്കുന്നില്ലെന്ന് കർഷകർ. മില്ലുടമകളുമായി ചേർന്നുള്ള ഗൂഢാലോചനയെന്ന ആരോപണം. നാളെ കർഷകരുമായി ചർച്ച നടത്തുമെന്ന് സപ്ലൈകോ CMD. ചർച്ച ചെയ്യും, മില്ലുടമകളെയും വരുത്തുന്നുണ്ട്. ഇതിനൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ, ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഞങ്ങൾ. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും നടന്ന പ്രക്ഷോഭങ്ങൾക്കിടെയെടുത്ത കേസുകൾ പിൻവലിക്കാൻ ഉത്തരവായി. ഗുരുതര ക്രിമിനൽ സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കാൻ ഉത്തരവ്. കേസുകളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി, ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവർക്ക് ചുമതല. പോലീസ് കസ്റ്റഡിയിലെ പീഡനം 24നോട് വിവരിച്ച് നോദീപ് കൗർ. കർഷക സമരത്തെ പിന്തുണച്ചതിന് ഹരിയാന പോലീസ് വേട്ടയാടി. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ മർദ്ദിച്ചുവെന്നും നോദീപ് കൗർ 24നോട്.
पुलिस कस्टडी में मेरे साथ बहुत ज़्यादा मतलब टॉर्चर किया गया। एक तो मैं महिला हूँ, एक मैं मजदूर एक्टिविस्ट हूँ, दूसरा मैं किसानों की सपोर्ट कर रही हूँ, स्टेट के खिलाफ हूँ। और बहुत ही ज़्यादा बुरा बिहेवियर किया गया, टॉर्चर किया गया, ऊपर बैठ के मतलब मारा गया, प्राइवेट पार्ट पे मारा गया। दलित होने के नाते मुझे ऐसी जाति सूचक गालियाँ दी गई। तो वो सारा कुछ देखते हुए, टारगेट करते हुए एक महिला होने के नाते भी सवाल बना। ടൂൾ കിറ്റ് കേസിൽ നികിത ജേക്കബ് ഡൽഹി പട്യാല ഹൌസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. നീക്കം 21 ദിവസത്തെ താൽക്കാലിക ജാമ്യം അവസാനിക്കുന്നതിന്റെ ഭാഗമായി ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കും. ഹർജി പരിഗണിക്കുക അഡീഷണൽ സെഷൻസ് ജഡ്ജി ധർമ്മേന്ദർ റാണ. നികിത ജേക്കബിനെ ഡൽഹി പോലീസിന്റെ സൈബർ സെൽ കഴിഞ്ഞയാഴ്ച ചോദ്യം ചെയ്തിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിച്ച് സുപ്രീം കോടതി. നടപടി വിചാരണ കോടതി ജഡ്ജിയുടെ കത്ത് പരിഗണിച്ച് ഇനി സമയം നീട്ടി നൽകില്ലെന്നും എൻ ഖാൽവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച്. 78ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം ചാഡ്വിക് ബോസ്മാന്. മികച്ച നടിയായി ആൻഡ്രാഡെ തെരഞ്ഞെടുക്കപ്പെട്ടു. നൊമാഡ്ലാൻഡ് മികച്ച ചിത്രം. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരം കൊറിയൻ ചിത്രം മിനാരിക്ക്. മികച്ച അനിമേറ്റഡ് ചിത്രം സോൾ. You must not allow yourself to make similar mistakes. The crown must win. You don't know nothing about what kind of blood I got, what kind of heart I got beat here. Come on. Come on! And I do. I see them again. And I can be certain in my heart, I'll see you again. വിജയ് ഹസാരെ ട്രോഫിയുടെ ക്വാർട്ടറിൽ പ്രവേശിച്ച് കേരളം. ക്വാർട്ടർ പ്രവേശനം 16 പോയിന്റോടെ. മാർച്ച് 8 ഡൽഹിയിൽ ക്വാർട്ടർ മത്സരങ്ങൾ തുടങ്ങും. പരിക്കേറ്റ സഞ്ജു സാംസണിന് പകരം ബേസിൽ തമ്പി ടീമിൽ. ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ പൊരുതി തോറ്റ് ഗോകുലം കേരള FC. ചർച്ചിലിന്റെ വിജയം 2-3 ഗോളിന്. ഗോകുലത്തിനായി വല ചലിപ്പിച്ച ജിതിനും ഫിലിപ്പ് അഡ്ജയും. ജയത്തോടെ ചർച്ചിൽ ബ്രദേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ഗോകുലം കേരള FC 5ാം സ്ഥാനത്ത്. Down well and Archer now it's 2-1. Madsen take 2, stabs it in this time. Touch just too heavy, but the ball comes in and oh, what a strike! ഇന്നത്തെ പ്രധാന വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം. Number 1 Election Channel 24.